പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗോട്ടൻ ഫോക്കസ്. കേരളത്തിന് ഇനി ദേശീയപാതയിലൂടെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാം. 6 വരി ദേശീയപാത എന്നത് കേരളീയരെ സംബന്ധിച്ച് 10 വർഷം മുമ്പ് വരെ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ 2014 മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നടത്തിയ വലിയ വികസനത്തിന്റെ ഭാഗമായി കേരളം അടിമുടി മാറാൻ ഒരുങ്ങുകയാണ്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്നവർക്കും ഭൂവുടമകൾക്കും മികച്ച നഷ്ടപരിഹാര പാക്കേജ് നൽകി യാതൊരു തടസ്സങ്ങളുമില്ലാതെ കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിലെ ദേശീയപാത വികസനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 2026ഓടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരി ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവും. 30 മിനിറ്റ് കൊണ്ട് 350 കിലോമീറ്റർ. ഭാരതത്തിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തിയായി. ഭൂമിയിലൂടെ വിമാനത്തെക്കാൾ ഇരട്ടി വേഗത്തിലുള്ള യാത്ര ഇനി ഭാരതത്തിലും സാധ്യമാകുന്നു. രാജ്യത്തിന്റെ അഭിമാന നേട്ടമായ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തിയായതിന്റെ സന്തോഷം പങ്കുവച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്. 30 മിനിറ്റ് കൊണ്ട് 350 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഗതാഗത രംഗത്തെ ഈ വിപ്ലവം മദ്രാസ് IIT ആണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ ഗതാഗത മേഖല ഏറ്റവും മികവുറ്റ രീതിയിൽ മുന്നേറുന്ന ഈ അമൃതകാലത്തിൽ ഭാവിയിലെ ഗതാഗതത്തിന്റെ നവീകരണത്തിന് സർക്കാർ അക്കാദമിക് സഹകരണങ്ങൾ പുതിയ ഒരു വേഗം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ, സാർവത്രിക പെൻഷൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രധാന വരുമാന മാർഗം നിന്നുപോകുന്നത് എല്ലാവരുടെയും ബുദ്ധിമുട്ടാണ്. പക്ഷേ സുരക്ഷിതമായ ഒരു പെൻഷൻ പദ്ധതി ഉണ്ടെങ്കിൽ അതൊരു ആശ്വാസമാകും. നിലവിൽ പെൻഷൻ ഇല്ലാത്ത അസംഘടിത മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഗിഗ് തൊഴിലാളികൾ എന്നിങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കുകയാണ് സാർവത്രിക പെൻഷൻ പദ്ധതിയിലൂടെ മോദി സർക്കാരിന്റെ ലക്ഷ്യം. ശമ്പളമുള്ള തൊഴിലാളികൾക്കൊപ്പം സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും. ആളുകൾക്ക് സ്വമേധയാ ഒരു തുക നീക്കിവയ്ക്കാനും 60 വയസ്സിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനും അനുവദിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സാമൂഹിക സുരക്ഷ വികസിക്കുന്നതിനുമപ്പുറം എല്ലാ പൗരന്മാരിലും സ്വമേധയാ ഒരു സമ്പാദ്യശീലം വളർത്തുന്നതിനും സാർവത്രിക പെൻഷൻ പദ്ധതി പ്രയോജനപ്പെടും. ചരിത്ര വിജയമായ മഹാകുംഭമേളയ്ക്ക് ശുഭസമാപ്തി. മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ ശുഭസമാപ്തിയായി. 65 കോടിയിലധികം ആളുകളാണ് ഭേദവ്യത്യാസങ്ങളില്ലാതെ പ്രയാഗ്രാജിന്റെ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരേ മനസ്സോടുള്ള പ്രവർത്തനം തീർത്ഥാടകർക്കായി ഒരുക്കിയത് ആധുനിക നിലവാരമുള്ള മികച്ച സജ്ജീകരണങ്ങളാണ്. കൂടാതെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മതിയായ സുരക്ഷയും പ്രദാനം ചെയ്ത് ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനത്തിന് അവസരമൊരുക്കുകയായിരുന്നു. ഭാരതത്തിന്റെ സംസ്കാര സമ്പന്നമായ ആത്മീയ പൈതൃകത്തെ പരിപോഷിക്കുന്നതോടൊപ്പം ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയെയും കുംഭമേള ശക്തിപ്പെടുത്തി. 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ശുചിത്വത്തിന്റെയും സംഘാടനത്വത്തിന്റെയും മികവിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും യോഗി സർക്കാരിന് കുംഭമേളയിലൂടെ സാധിച്ചു. ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള ഭരണാധികാരികൾക്ക് കീഴിൽ ഭാരതത്തിന് വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുമെന്ന അഭിമാനത്തോടെയുള്ള അടയാളപ്പെടുത്തലായി മാറുകയാണ് മഹാകുംഭമേള. JPC പരിഷ്കാരങ്ങളോടെ വഖഫ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. വഖഫ് അധിനിവേശ ഭീകരതയ്ക്കെതിരെയുള്ള BJPയുടെ ശക്തമായ പോരാട്ടം ഒടുവിൽ നിയമമായി മാറുകയാണ്. ഭൂമിക്കുമേൽ വഖഫ് ബോർഡ് അവകാശമുന്നയിക്കുകയും 10,000-ങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസം പകരുന്നതാണ് മോദി സർക്കാർ പാസാക്കാനൊരുങ്ങുന്ന വഖഫ് ഭേദഗതി ബിൽ. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ ശേഷമാണ് പുതുക്കിയ ബിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകളുടെ വഖഫ് ബോർഡിലെ പങ്കാളിത്തം, വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ പരാതിയുള്ള ആർക്കും ഹൈക്കോടതിയിൽ അപ്പീൽ പോകാമെന്നതുൾപ്പെടെ സുപ്രധാനമായ നിരവധി മാറ്റങ്ങളാണ് ഉൾപ്പെടുന്നത്. വഖഫ് ഭീതിയിൽ നിന്ന് രാജ്യത്തെ പൊതുജനങ്ങളെ സുരക്ഷിതമാക്കുന്നതിനും വഖഫ് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും പ്രവർത്തനത്തിൽ നിയന്ത്രണവും കാര്യക്ഷമതയും ഉറപ്പുവരുത്താനും പുതിയ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്നതാണ് പ്രധാന നേട്ടം.